Hello, welcome to market discussion of the day. Today, July 31st, 2026 വീക്കെൻഡ് ആണ്, മന്ത് എൻഡ് ആണ്. സോ അതുകൊണ്ടിട്ട് തന്നെ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് ഓഗസ്റ്റ് 10 വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കറിയാം. സോ ഇന്നലെ നമുക്ക് വലിയ രീതിയിലുള്ളൊരു മാറ്റം, ഒരു റാലിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പ്രത്യേകിച്ച് USD JPY ഓൾമോസ്റ്റ് 163.6 നിന്ന് പോയത് 158 ഓക്കെ, ഓൾമോസ്റ്റ് 500 പിപ്പിന് മുകളിലുള്ള ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പല ആൾക്കാർക്ക്. ഞാൻ എപ്പോഴും പറയാറുണ്ട് USD JPY ബൈ ഇല്ല സെല്ലാണ്, ബൈ ഇല്ല സെല്ലാണ്, എന്തെങ്കിലും ഒരു ചെറിയ ന്യൂസ് മതി. സോ ഇന്നലെ ആ ഒരു റാലിക്കകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 hour ക്യാൻഡിലാണ്. ഓക്കെ, ഇന്നലെ നമുക്ക് ആക്ച്വലി ഈ ഒറ്റ ക്യാൻഡിൽ 63 നമുക്ക് എടുക്കാം. 63 ഒറ്റ 1 hour ക്യാൻഡിൽ കൊണ്ട് എത്തിച്ചത് എത്രയാണ്? ഓൾമോസ്റ്റ് 300 പിപ്പിൻ്റെ മുകളിലാണ് 1 hour എത്തിച്ചത്. സോ അതിൻ്റെ അടുത്തത് പിന്നെയും ഒരു 200 പിപ്പും കൂടെ താഴോട്ട് കൊണ്ടുപോയി അല്ലേ. സോ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്താ പറയുക, ഓൾ ടൈം ഹൈ എന്ന് ചെറിയ ന്യൂസുകൾ മതി, പക്ഷെ മുകളിലോട്ട് പോകുന്നതും ഇല്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓക്കെ, സോ ഇതിൽ പല ആൾക്കാരും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുത്തു. എനിക്കും പേഴ്സണലി നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റി എൻ്റെ എല്ലാ അക്കൗണ്ട്സിൽ നിന്നും. ഓക്കെ, സോ എനിവേയ്സ് എന്താ പറയുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സോ ഇത് ഇവിടെ 500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് നമ്മളുടെ USD JPY ഉണ്ടായിട്ടുണ്ട്. നമ്മൾ GBP USD എടുക്കാം. GBP USD ഈ പറയുന്ന ന്യൂസ് ടൈമിങ്ങിൽ 1.3364 ഇന്ന് ഓൾമോസ്റ്റ് 100 പിപ്പിൻ്റെ മൂവ്മെൻറ്റേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, യൂറോ USD ഓൾമോസ്റ്റ് ഒരു 100 പിപ്പിൻ്റെ മൂവ്മെൻ്റൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ഗോൾഡിൽ ഓഫ് കോഴ്സ് ഗോൾഡിൽ വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഗോൾഡിൽ ഓൾമോസ്റ്റ് 50 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്, പക്ഷേ ഗോൾഡിലുണ്ടായ സെയിം മൂവ്മെൻ്റ് ആണ് ആക്ച്വലി നമ്മുടെ USD JPY ഉണ്ടായത്. ഞാൻ കുറേ കാലമായിട്ട് നമ്മൾ സെല്ല് ചെയ്യാൻ USD JPY കാര്യം പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, പലപ്പോഴും പല $200 200 പിപ്പിൻ്റെയൊക്കെ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഈ 500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഇതാദ്യമാണ്. എന്നാലും ഇന്ന് രാവിലെ വീണ്ടും നമ്മുടെ JPY ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് വന്നപ്പോൾ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം. ഇപ്പോൾ 160.58 മാർക്കറ്റ് നിൽക്കുകയാണ് അല്ലേ. ഓക്കെ, സോ എനിവേയ്സ് നമുക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോവാം. ഓക്കെ, ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോയതിന് ശേഷം നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമുക്ക് പോകുമ്പോൾ ഇന്നലെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായത്? പല ആൾക്കാരും ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലേ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, സോ ഇന്നലെ നമുക്ക് വൈകുന്നേരം 4:30 നമുക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റിനകത്ത് എന്താ പറയുക, ചേഞ്ചസ് ഒന്നുമില്ല. 3.75% തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായത്. പക്ഷേ അതിന് ശേഷമുള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ടായിരുന്നു. ബെയ്ലിയുടെ സ്പീച്ചിനകത്ത് ബേസിക്കലി എന്താ പറയുക, റൂമേഴ്സ് ഒരുപാടുണ്ട് ഇതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനായിട്ട്. പക്ഷേ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം ക്ലിയർ ആയിട്ട് ബെയ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ, UK ഓവറോൾ ഇൻഫ്ലേഷൻ 2.6% ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാർ കാരണം വീണ്ടും 4.5%ലോട്ട് തിരിച്ചു കയറുമോ എന്നുള്ളൊരു കാര്യത്തിനകത്ത് ഡൗട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യവും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മുടെ ബാങ്ക് ഓഫ് ഗവർണർ ബെയ്ലി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് നമുക്ക് അഡ്വാൻസ്ഡ് GDP ഉണ്ടായിരുന്നു. ഓക്കെ, USE എന്നുള്ള അഡ്വാൻസ്ഡ് GDP ആയിരുന്നു. സോ ബേസിക്കലി ഈ ഒരു ന്യൂസിൻ്റെ പരിണാമമാണ് ആക്ച്വലി മാർക്കറ്റിലെ ഇന്നലത്തെ മൂവ്മെൻറ്റ്. ഓക്കെ, സോ ബേസിക്കലി 2.1% ആയിരുന്നു പ്രീവിയസ്. ഈ വട്ടം നമുക്ക് ഓൾറെഡി ഫോർകാസ്റ്റ് ചെയ്തിരുന്ന 2.1% ആയിരുന്നു. പക്ഷേ ആക്ച്വൽ വന്നപ്പോൾ 1.5% ആയി. തൊട്ട് സെയിം ടൈമിങ്ങിൽ തന്നെ കോർ PCI പ്രൈസ് ഇൻഡെക്സിൻ്റെ ന്യൂസും വരുന്നുണ്ടായിരുന്നു. അത് 0.3 ആയിരുന്നു കഴിഞ്ഞ വട്ടം, എക്സ്പെക്റ്റഡ് 0.2 ആയിരുന്നു. പക്ഷേ ന്യൂസ് വന്നപ്പോൾ 0.1 ആയിരുന്നു. സോ ബേസിക്കലി ഓവർ ബോട്ട് ആയിട്ടുള്ള US ഡോളർ ഇൻഡെക്സിൻ്റെ വാല്യൂ, അപ്പം US നിന്ന് ഒരു നെഗറ്റീവ് ന്യൂസ് വന്നപ്പം ഓവർ ബോട്ട് ആയിട്ടുള്ള US ഡോളർ ഇൻഡെക്സിൻ്റെ വാല്യൂ കുറഞ്ഞു. ഓക്കെ, US ഡോളർ ഇൻഡെക്സിൻ്റെ വാല്യൂ കുറഞ്ഞപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് ഗോൾഡിൻ്റെ വാല്യൂ കൂടി XA USD, GBP USD, യൂറോ USD മുകളിലോട്ട് പോവുകയും USD JPY താഴോട്ട് പോവുകയും എന്നുള്ള ബേസിക് എക്കണോമിക് പ്രിൻസിപ്പിൾ ഇവിടെ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അല്ലാതെ വേറെ ഒന്നും ഭയങ്കരമായിട്ടുള്ള ഒരു ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല.
ഓക്കെ. സോ ഈ ഒരു ഒറ്റ കാര്യം ഇതിനകത്ത് ബേസിക്കലി എന്താ പറയുക, ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടിട്ടാണ് എന്ത് സംഭവിച്ചത്, നമ്മുടെ USD/JPY ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് ഒരു വീഴ്ച മാർക്കറ്റിൽ ഉണ്ടായെന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം അല്ലേ. സോ എനിവേയ്സ് നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ USD/JPY തന്നെ പോകാം. USD/JPY 160.5334 നിൽക്കുന്നു. ഓക്കെ. ഇന്ന് എന്തെങ്കിലുമൊക്കെ USD/JPY ചെയ്യണോ എന്നെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഓക്കെ. സോ നമുക്ക് ഇന്നത്തെ ദിവസം വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഇന്നലെ നമ്മൾ ജനറേറ്റ് ചെയ്തതാണ് USD/JPY എടുത്തിട്ടുള്ള ആൾക്കാർക്ക്. പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കാൻ നേരത്ത് ഇനി മുകളിലോട്ട് കയറി പോവുമോ, ഇനി അവിടെ നിന്ന് പൊസിഷൻ എടുക്കുന്നില്ല. പല ആൾക്കാർ 162 അവിടെ നിന്ന് തന്നെ അവരുടെ കയ്യിലുള്ള ക്യാപിറ്റലിനകത്ത് മേടിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും ക്വാണ്ടിറ്റി മേടിച്ചു. അവർക്ക് അതുകൊണ്ടിട്ട് തന്നെ പല പൊസിഷൻസും എന്താ പറയുക ക്ലോസ് ചെയ്യേണ്ടി വന്നു അല്ലേ. സോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പൊസിഷൻസ് അല്ലേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ അല്ലേ. സോ പല ആൾക്കാർ 162.2, 162.6, 162.8 അവിടെയൊക്കെ 0.2 ഒക്കെ മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ. സോ അവരെ എനിക്ക് എന്താ പറയാന്നറിയില്ല. നമ്മളുടെ ക്യാപിറ്റൽ അനുസരിച്ചിട്ടുള്ള റിസ്ക് അല്ലേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ അല്ലേ. സോ എനിവേയ്സ് ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. എനിക്ക് തിങ്കളാഴ്ച പറയാനുള്ളത് 160 മുകളിലാണ് ഇന്ന് മാർക്കറ്റ് എങ്കിൽ, ഓക്കെ, ഇന്ന് രാത്രി അവസാനിക്കുന്നത് 160 മുകളിലാണ് എങ്കിൽ നമുക്ക് വീണ്ടും 160 അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 160 താഴെയാണ് എങ്കിൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ സേഫ് 160 താഴെ വന്നിട്ട് അവിടുന്ന് സെല്ല് ചെയ്യുന്നതാണ്. ഓക്കെ. 160 മുകളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് നമുക്ക് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ഇട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. അടുത്ത നമ്മുടെ പ്രോപ്പറായിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത് 162.6 അവിടെയാണ്. ഓക്കെ. സോ 162.6 അവിടെ നിന്ന് വീണ്ടും സെല്ല് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇന്ന് രാത്രി അവസാനിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു വീക്ക്ലി ക്ലോസിങ് 160 താഴെയാണ് എങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് വിൽ ബി ഗോയിങ് ഡൗൺ അല്ലേ. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ദിവസം USD/JPY പറയാനായിട്ടുള്ളത്. GBP/USD വരാം. 1.34474 നിൽക്കുന്നു. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീട്രേസ് ചെയ്ത് കിട്ടി 1.3400 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും USD/JPY ഏറ്റവും നല്ലത്. 1.3400 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3360 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇട്ട് പോവുക. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമാണ്. ഓക്കെ. സോ നേരെ നമ്മളുടെ EUR/USD വരാം. EUR/USD 1.1510 ഇപ്പം കറൻ്റ്ലി നിൽക്കുന്നു. ഓക്കെ. EUR/USD കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്, എനിക്ക് ആക്ച്വലി EUR/USD ഞാൻ ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ടൈമാണ്. വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ. വെയിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് USD/JPY നമ്മുടെ EUR/USD പറയാനായിട്ടുള്ളത്. ഓക്കെ. തൽക്കാലത്തേക്ക് മാറി നിൽക്കുക. ഗോൾഡിലോട്ട് വരാം. ഗോൾഡിൽ എനിക്ക് പറയാനായിട്ടുള്ളത് ഇത് ഡൗൺ ട്രെൻഡ് ആവും എന്നുള്ളതാണ്. ഓക്കെ. 4080 അവിടെ നിൽക്കുന്നു. 4080 to 85 അവിടെ നിന്നുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ബേസിക്കലി നമ്മളുടെ ഗോൾഡിനകത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ. 4080-85 ലെവലിൽ സെല്ല് ചെയ്യുന്ന ആൾക്കാർ, ഒരു മിനിറ്റ്, 4080-85 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് കുറച്ച് വൈഡായിട്ട് വെക്കേണ്ടി വരും. 4105 അവിടെയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് 4050 അവിടെയും 4030 അവിടെ നമുക്ക് 2 ടേക്ക് പ്രോഫിറ്റായിട്ട് വെക്കാനായിട്ട് പറ്റും. ബൈ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 4040 ഇത് റേഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ. 4040 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 4035 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇല്ലെങ്കിൽ 4025 താഴെയായിട്ട് വെക്കാം. ഓക്കെ. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമാണ്. ഓക്കെ. സോ ബേസിക്കലി ഒരു 1 അവർ ക്യാൻഡിലോ അല്ലെങ്കിൽ 4 അവർ ക്യാൻഡിലോ 4100 മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ അവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ളൊരു ബൈ എൻട്രിയും എടുത്ത് പോകാം എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. നമ്മളുടെ സിഗ്നൽ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് മെസ്സേജ് അയക്കാം. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ആൽഗോ, നമ്മുടെ പുതിയ ആൽഗോ വർക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അത് ആക്ച്വലി എല്ലാ കാര്യങ്ങളും റെഡിയായി, കുറച്ച് കാര്യങ്ങളോട് ഒന്ന് സെറ്റ് ആവാനുണ്ട്. മിക്കവാറും അടുത്ത ആഴ്ച തന്നെ, ഓക്കെ, അടുത്ത മൺഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നമുക്കുള്ളത്. പക്ഷേ
മിക്കവാറും അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ അൽഗോ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അത് എല്ലാ കാര്യങ്ങളും തീരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അൽഗോയിലെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മെസ്സേജ് ചെയ്യാം. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളിൽ പറയാനായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.